ഹായ്, ഞാനിന്ന് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്തുള്ള പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമായ ആഴിമല ക്ഷേത്രം കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ഈ ശിവപ്രതിമയൊക്കെ ഒന്ന് കാണണമെന്ന്. അപ്പോൾ എന്തോ ആയാലും ഞാൻ വന്ന സമയം നല്ല ഒരു സമയമാണ്. ഇപ്പോൾ ഉത്സവം നടക്കുന്നൊരു സമയമാണ്. ജനുവരി 24 വരെ അങ്ങാണ്ട് ഉത്സവം. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്കിവിടെ വരാൻ പറ്റിയതുകൊണ്ട് നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് തമ്പാനൂർ, നമ്മുടെ തിരുവനന്തപുരം തമ്പാനൂർ ഇറങ്ങി അവിടെ നിന്നും നമ്മൾ KSRTC ബസ്സിൽ ആഴിമല ക്ഷേത്രത്തിനടുത്ത് വന്ന് ഇറങ്ങുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് ആഴിമല ക്ഷേത്രത്തിലേക്ക് 600 മീറ്ററാണ് ഉള്ളത്. നമുക്ക് നടന്നു പോകാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉത്സവം ആയതുകൊണ്ട് ഇവിടുന്ന് ഒരു ബസ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ആഴിമല ക്ഷേത്രത്തിലേക്ക് നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബസ്സിലാണ് ഞാനിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബസ്സിൽ നമ്മളെ ക്ഷേത്രത്തിൻ്റെ അവിടോട്ട് കൊണ്ടുവിടും. അപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ അവിടുത്തെ എല്ലാം കാഴ്ചകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് വീണ്ടും ബസ്സുണ്ട് ഈ സ്റ്റോപ്പിലേക്ക്. ഇവിടെ ഈ സ്റ്റോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും തിരുവനന്തപുരത്തിന് ബസ്സുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ തമ്പാനൂർ വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വിഴിഞ്ഞം പൂവാർ ബസ്സിന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തമ്പാനൂരും ഉണ്ട്. അതുപോലെ നമ്മുടെ കിഴക്കേക്കോട്ട വന്നാലും നമുക്ക് ഈ ആഴിമല ക്ഷേത്രത്തിലേക്ക് വരാനുള്ള ബസ് കിട്ടും. അതായത് വിഴിഞ്ഞം പൂവാർ ബസ്സിൽ കയറിയാൽ മതി. ആഴിമല ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നമുക്ക് ഓട്ടോയിലോ അല്ലെങ്കിൽ നടന്നോ നമുക്ക് വരാൻ പറ്റുന്നതാണ്. അപ്പോൾ നടക്കാൻ പറ്റുന്നവർക്ക് നടന്ന് വരാം, അല്ലെങ്കിൽ ഓട്ടോയിൽ വരാം. അത് നമുക്കതുപോലെ തന്നെ നമുക്ക് കിഴക്കേക്കോട്ടയിൽ നിന്നൊക്കെ നേരിട്ട് ആഴിമല ബസ്സുണ്ട്, പക്ഷേ എപ്പോഴും ഇല്ല. പിന്നെ അതുപോലെ നമുക്കിവിടെ ഉണ്ട്, നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ബസ്സിൻ്റെ ടൈമുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബസ്സിൻ്റെയൊക്കെ ടൈം നോക്കിയിട്ടൊക്കെ നമുക്ക് വരാൻ പറ്റും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വന്ന് ഇഷ്ടംപോലെ ബസ് നമുക്ക് അവിടെ വന്ന് ഇറങ്ങാനുള്ള ബസ് ഉണ്ട്. പിന്നെ അവിടുന്ന് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് നടന്നോ അല്ലാതെ വരാം. അപ്പോൾ ഞാൻ വന്ന ബസ്സാണ് ഇത്. ഇനി ഈ ബസ്സിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ക്ലോക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പുറത്തുനിന്നൊക്കെ നമ്മുടെ മലയാളികളെങ്ങാട്ട് കൂടുതൽ പുറത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നൊരു സ്ഥലം കൂടിയാണിത്. അപ്പം ഇവിടുന്ന് കാണുന്നത് നമുക്ക് ഇവിടെ താഴെ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അതുപോലെ നമുക്ക് അവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെയാണ് നമ്മുടെ പഞ്ചപാണ്ഡവന്മാരൊക്കെ വനവാസ കാലത്തൊക്കെ വന്ന് നിന്നിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നല്ല ഞാനിപ്പം വന്നിരിക്കുന്ന ഒരു 5:30 സമയമാണ്. അപ്പോൾ ഇപ്പം നല്ല കാറ്റുമുണ്ട്. അതുപോലെ വലിയ വെയിലൊന്നും ഇല്ലാതെ നല്ല ഒരു ശാന്തമായിട്ടുള്ളൊരു സമയത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഒരു ആഴിമല ശിവക്ഷേത്രം എന്നല്ലാതെ തന്നെ ഇതിനെ ഒരു ആഴിമല ഗുഹാക്ഷേത്രം എന്നും കൂടെ പറയാം. ആഴിമല കേവ് ടെമ്പിൾ. അപ്പം ആ ഒരു ഗുഹയ്ക്കകത്ത് എന്തൊക്കെയാണെന്ന് കാണാൻ കൂടിയാണ് ഞാനിപ്പം ആദ്യം പോകുന്നത്. ഈ ഗുഹാക്ഷേത്രം കാണണമെന്നില്ലെങ്കിൽ അപ്പുറത്തൂടെ നമുക്ക് നേരെ ശിവപ്രതിമ കാണാൻ വേണ്ടി പോകാൻ പറ്റും. ഇതിപ്പം ഈ ഗുഹാക്ഷേത്രം നമുക്ക് കാണണം. ഇവിടം വരെ വന്നിട്ട് നമ്മൾ ഒരിക്കലും ഈ ഗുഹാക്ഷേത്രം കാണാതെ പോകരുത്. 100 രൂപയാണ്. അപ്പോൾ 100 രൂപ എന്ന് കേൾക്കുമ്പം ചിലപ്പം നമ്മൾ കാണാതെ പോകാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഒരിക്കലും പോകരുത്. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ 100 രൂപയ്ക്കുള്ളത് ഇതിനകത്തുണ്ട്. പിന്നെ ടിക്കറ്റ് എടുത്തു. പക്ഷേ ഇനി അങ്ങോട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇതിനകത്തോട്ട് അലൗഡല്ല. ഇവിടം വരെ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിമനോഹരമായിട്ടുള്ള കൊത്തുപണികളും കാര്യങ്ങളുമായിട്ട് നല്ല കാഴ്ചയാണ്. ചെറിയ ഗുഹ ഒരാൾക്ക് കടന്നു പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ AC ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ അതിലെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം കാണാണ്ട് ഒരു 100 രൂപ ഒരു നഷ്ടമായിട്ട് ഒരിക്കലും തോന്നിയില്ല. കാരണം അതിമനോഹരമായിട്ടുള്ള കൊത്തുപണികളും കാര്യങ്ങളുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് കാണാൻ കഴിഞ്ഞു. ഗുഹയ്ക്കകത്തൂടെ നടന്നു വന്നപ്പോൾ നമുക്ക് അതിന് നടുക്കായിട്ട് ഒരു പൂജാരി ഇരിപ്പുണ്ട്. പൂജാരിയുടെ നിന്ന് കിട്ടിയാണ് ഒരു രുദ്രാക്ഷം. അപ്പോൾ അതും വാങ്ങി. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു കാഴ്ചയും കാര്യങ്ങളുമായിരുന്നു അതിനകത്തു നിന്ന് ലഭിച്ചത്. അങ്ങനെ നമ്മൾ നേരെ നടന്ന് വരുന്നത്, അതിൻ്റെ എക്സിറ്റ് വരുന്നത് ഈ ശിവക്ഷേത്രത്തിൻ്റെ ഇതിൻ്റെ പുറകിലാണ്. ഈ ശിവപ്രതിമയുടെ പുറകിലായിട്ടാണ് നമ്മൾ കയറി വരുന്നത്. അവിടെ നിന്ന് നേരെ നമുക്ക് കയറി വന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത്ര അടുത്ത് വന്ന് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഞെട്ടൽ തന്നെ ആയിപ്പോയി. കാരണം ഇത്രയും വലിയൊരു ശിവ പ്രതിമയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ഉത്സവ സമയത്ത് വന്നുകൊണ്ട് തന്നെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളുമായിട്ടുള്ള ഒത്തിരി ഈ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു. അതുപോലെ ഇവിടെ സ്റ്റേജിലൊക്കെ പിള്ളേരുടെയൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. എന്തായാലും ആഴിമല ക്ഷേത്രത്തിലേക്ക് ഒത്തിരി നാൾ കൊണ്ട് വരാൻ വേണ്ടി വിചാരിച്ചതാൽ അത് സാധിച്ചിരിക്കുകയാണ്.